എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. അഞ്ചക്കള്ളക്കോക്കാൻ സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടെ പോയത്. അതിന് കാരണം ഇതിൻ്റെ ടീസർ ട്രെയിലർ ഒരു വ്യത്യസ്തമായ സാധനം ആയിരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഒട്ടും തെറ്റിയില്ല. ഒരു വ്യത്യസ്തമായ ഐറ്റം തന്നെയാണ്. വ്യത്യസ്തത മാത്രം പറഞ്ഞാൽ പോരാ, ഒരു ഗംഭീരമായിട്ടുള്ള സാധനം, ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ്. സത്യം. അത് എല്ലാം കൊണ്ടും, അത് കാസ്റ്റിംഗ് ആയാലും സിനിമറ്റോഗ്രാഫി ആയാലും, അതായത് ടെക്നിക്കലി ഏത് ലെവലിൽ എടുത്തു കഴിഞ്ഞാലും സെറ്റാണ്. പിന്നെ പെർഫോമൻസ് കൊണ്ട് വേറെ ലെവലാണ്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും എടുത്തു പറയണം, ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം സിനിമയുടെ സ്ക്രിപ്റ്റ്. അതെ, നല്ല ഗംഭീര സ്ക്രിപ്റ്റും ആണ്. അത് ചെയ്തു വെച്ചിരിക്കുന്ന രീതി അത് അതിന്റെ അപ്പുറമാക്കി കളഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതെ, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. തുടക്കത്തിൽ തന്നെ ഒരു ക്രൈം നടക്കുന്നു, അതിനുശേഷം അത് അന്വേഷിച്ചിറങ്ങുന്ന പോലീസും പിന്നെ മറ്റു ചില ആൾക്കാരും. ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവ് എന്ന് നമുക്ക് തോന്നിയ സംഭവം ഇതിന്റെ കാസ്റ്റിംഗ് തന്നെയാണ്. ആദ്യം നമുക്ക് ലുക്മാനെ പറയാം. തീർച്ചയായിട്ടും ലുക്മാൻ്റെ കഥാപാത്രത്തിന് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അത് ഒരുക്കി വെച്ചിരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ ഡെപ്ത് ഉണ്ടല്ലോ, അത് കൊടൂരാണ്. അത് ഈ ഓരോ ക്യാരക്ടേഴ്സിനും കേട്ടോ, നമുക്ക് സിനിമ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു ക്യാരക്ടറൊന്നും അല്ല അവര്. വേറൊരു സ്വഭാവം, വേറൊരു രീതിയിലേക്ക് പോകുന്ന ക്യാരക്ടർ. അതൊക്കെ ശരിക്കും സിനിമ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് അമ്പോ ഇവര് ഇങ്ങനെ ഒരാളാണോ എന്നുള്ള സാധനം നമ്മുടെ ഉള്ളിലേക്ക് വരിക. എന്നാൽ നേരെ, അതായത് ആദ്യം കാണിച്ച രീതിയിൽ തന്നെ ലാസ്റ്റ് വരെ പോകുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഗില്ലാപ്പി ടീംസ് ഉണ്ട്. ഈ രണ്ട് പേരുണ്ടല്ലോ, ഇതിൽ അഴിഞ്ഞടിക്കുകയാണ്. ഇവര് ശരിക്കും എന്താ പറയാ, ഇവര് കാണിക്കുമ്പോ തന്നെ ഇവര് ടെററാണ്. അതെ, എന്നാ അതിനുള്ളിൽ കൂടി പാക്ക കോമഡിയും കൂടി ഉള്ളിലേക്ക്. കോമഡിയും ടെററും ഭീകരമാക്കി കളഞ്ഞിട്ടുണ്ട് ആ രണ്ടുപേരും. ഭയങ്കര ഡേഞ്ചറാ. അതായത് ഇവര് എന്ത് ചെയ്യും എന്നുള്ളത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി സാധനങ്ങൾ അവരും ചെയ്യുന്നത്. അതിലൊരു സാധനം ഉണ്ട്, ഒരു ബോംബർ എന്നൊരു സീനുണ്ട്. ശരിക്കും അത് അങ്ങനെ ഒരു രീതിയിൽ അത് ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അത് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സാധനം. അതെ, അവര് സഞ്ചരിക്കുന്ന ഒരു ബൈക്കിന്റെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കുന്നുള്ളൂ. പിന്നെ കാണുന്ന സാധനം വേറെ ലെവലാ. ഒരു കഥാപാത്രം ഇറങ്ങി പോകുന്നുണ്ട്, അതായത് മുൻകൂട്ടി അറിഞ്ഞിട്ട്. അതൊക്കെ രസമാണ്. അതായത് ഇങ്ങനെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള, എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്നതും ഗംഭീരാണ്. ഇതിന്റെയൊക്കെ ഇപ്പം ലുക്മാന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കുറച്ച് പേരുടെ പേര് തന്നെ പറയാട്ടോ. ചെമ്പൻ വിനോദിന്റെ കഥാപാത്രം ഇതുപോലെ ഡെപ്ത് ഉള്ള കഥാപാത്രമാണ്. ആളും ശരിക്കും അഴിഞ്ഞാടി. ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേര് തന്നെ ഉണ്ട് നമുക്ക് എടുത്ത്. ചെമ്പൻ വിനോദാണ് അതിൽ ഏറ്റവും വലിയ സംഭവം, ഏറ്റവും മെയിൻ എന്ന് പറയുന്ന ആള് തന്നെയാണ്. പക്ഷെ ഒരു ലാസ്റ്റ് ഒരു 3/4 സിനിമ ഉണ്ടല്ലോ, വേറൊരു ലെവലിലേക്ക് അങ്ങ് എത്തിക്കുകയാണ്. ഫൈറ്റ് ആണെങ്കിലും ഇങ്ങനെ പറയുമ്പോ കരുതും ലാസ്റ്റ് സമയം ഉള്ളൂ. അയ്യോ, അങ്ങനെയല്ല കേട്ടോ. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഗംഭീരാണ്. ഇതിൽ ഇന്റർവെല്ലിന് ശേഷം കുറച്ച് ഭാഗം ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു കുട്ടിയുടെ. അത് കുറച്ച് നീണ്ടുപോയോ എന്ന് മാത്രമേ ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുള്ളൂ. അത് അതിനകത്തൊരു വിഷയം തന്നെയല്ല, നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി കുറച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നിയിട്ടുള്ളൂ. എന്തായാലും പിന്നെ അങ്ങോട്ട് അതിനുശേഷം പഴയ അതേ വൈബിലേക്ക് വരികയാണ്. പിന്നെ അങ്ങ് കേറി പോവാണ്. ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോ ഒരു രക്ഷയില്ല, നമ്മളെ ഞെട്ടിത്തരിച്ചിരിക്കും. അമ്മാരി മേക്കിങ്ങിന്റെ കാര്യങ്ങളും ഓരോ സാധനങ്ങളും ചെറിയ ചെറിയ സംഭവമാണെങ്കിൽ പോലും നമുക്കിങ്ങനെ ചിന്തിപ്പിക്കാനുള്ള സമയം കൂടെ തരുന്നുണ്ട്. അത് അവിടെയാണ്, അത് ഇന്നതാണെന്ന് ചിന്തിക്കാം. ഇനി മണികണ്ഠൻ ആചാര്യന്റെ കിട്ടിലം പെർഫോമൻസ് ആണ്. പിന്നെ കുറഞ്ഞ സീനുകളേ ഉള്ളൂ. ശ്രീജിത്ത് രവിനെ കുറച്ചേ കാണിക്കുന്നുള്ളൂ, പക്ഷെ ആളുടെ ക്യാരക്ടർ, ആള് പിടിച്ചിരിക്കുന്നതും ആളുടെ സ്ലാങ്ങും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടതാണ് മേഘന പത്മിനിയായിട്ട് വന്ന കഥാപാത്രം. ഗംഭീര പെർഫോമൻസ്, സൂപ്പറായിട്ടുണ്ട്. ശരിക്ക് ഇയോബിന്റെ പുസ്തകം എന്ന സിനിമയിലെ പത്മപ്രിയ ചെയ്ത കഥാപാത്രല്ലേ, ആ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തും. അങ്ങനത്തെ ഒരു സാധനം. പിന്നെ നമ്മുടെ സെന്തില് ക്ലൈമാക്സിനോടനുബന്ധിച്ചാണ് ആള് വരുന്നത്. പക്ഷെ ആളുടെ പേര് ആദ്യം മുതലേ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സാധനമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആളെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പേരും ആളുടെ ആ ലുക്കും വെച്ച് വേറെ സിനിമ ചെയ്യാൻ പറ്റും. ആളൊരു ഭീകര ലുക്കാ. അതെ, കിഡിലെ ലുക്കുമായിട്ട് നല്ല പെർഫോമൻസ് കേട്ടോ. പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട്, അതായത് ആളുടെ ആ ഒരു ക്യാരക്ടറിന് ഇനി സാധ്യതകൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അത് അവിടെ വെച്ചിട്ടുണ്ട്, ബാക്കി വെച്ചിട്ടുണ്ട്. ആളെ എങ്ങോട്ടും, അതായത് അത് നിങ്ങൾക്ക് ക്ലൈമാക്സ് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവില്ല, അത് മനസ്സിലാവും. എന്തായാലും
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കില്ലാപ്പി ടീംസ് ഗില്ലാപ്പി ടീംസിൽ രണ്ടുപേരുണ്ട്, പക്ഷെ ഒരാളുടെ പേര് അറിയില്ല. ഒരു അതായത് അനിയനായിട്ടുള്ള മൂത്ത ആളായിട്ട് മെറിൻ ജോസ് പൊട്ടിക്കൻ. ആള് എന്റെ അമ്മ ആളുടെ സ്ലാങ് ഒക്കെ ഉണ്ടല്ലോ, ആൾക്ക് ഈ ഒരു കൊഞ്ഞപ്പ് എന്ന് പറഞ്ഞ സാധനം അതുള്ള ആളാണ്. അത് സംസാരിക്കുന്നതും പിന്നെ മലയാളം പഠിച്ച് വന്നിട്ട് ശരിക്കും മലയാളം അറിയില്ല, അങ്ങനെയുള്ള കഴിച്ചോ കുടിച്ചോ കുടിച്ചോ എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ തികരത്ത്, നാവിന്റെ ഈ പ്രശ്നങ്ങളും എന്ന് പറയുന്നത് അങ്ങനത്തെ കുറെ ഐറ്റംസ്. അതൊക്കെ ഭയങ്കര നമ്മളെ ശരിക്കും ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ ടൈമിൽ തന്നെ ആള് ടെററോ അതൊക്കെ. പിന്നെ അതിലൊരു ഫൈറ്റ് സീൻ ഉണ്ട് ഇന്റർവെല്ലിന് മുൻപ്, ഒരു ഷാപ്പിലുള്ള സീന്, എന്തൊരു മേക്കിംഗ് ആണ് ഇതൊക്കെ. മേക്കിംഗ് എല്ലായിടത്തും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വെറൈറ്റി ആണ്. ചില സമയത്ത് ഈ ഒരു ലൊക്കേഷൻ തന്നെ നമ്മളെ ശരിക്കും ഞെട്ടിച്ചത്. ചില സമയത്ത് ആ ഒരു ലൊക്കേഷൻ മാത്രം ഒരു കാണിക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത് തരുന്നുണ്ട് ആ ലൊക്കേഷൻ ടോട്ടലി. ഒരു എന്താ സീനറി കൊണ്ട് ഇത് ഒരു അങ്ങനത്തെ ഒരു ഏരിയ തന്നെ പിടിച്ചേക്കുക. ഇതിലെ ഒരു സ്റ്റേഷനിൽ ഒരു സംഭവപൂലമായ സീനുണ്ട്. ഒരുപാട് എന്താ രംഗങ്ങൾ സ്റ്റേഷനിൽ തന്നെയാണ്, പക്ഷെ ഒരു ടെറർ സീന്. ആ സീനിന്റെ സമയത്ത് നമുക്ക് തോന്നാം ഇതെന്താ ആരും കാണുന്നില്ലേ, വേറെ ആരും വരുന്നില്ലേ, അങ്ങനെ തോന്നൂല. അതിന് കാരണം അങ്ങനെ ആ ഒരു സ്ഥലം എന്നുള്ളത് നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരുന്നുണ്ട്. ആദ്യം മുതലേ ആ ഒരു ഏരിയ അങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നുണ്ട്. പിന്നെ ഇനി എടുത്തു പറയേണ്ടത് ഡയറക്ടറെ തന്നെയാണ്. ചെമ്പൻ വിനോദിന്റെ അനിയൻ തന്നെയാണ്, ചെമ്പൻ തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഡയറക്ടർ ഇനി മലയാള സിനിമയിൽ അറിയിക്കും, പുതിയ വഴി വെട്ടിത്തെളിക്കുന്ന ഒരാളായിരിക്കും തീർച്ചയായിട്ടും. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, ആളെ ഫസ്റ്റത്തെ സിനിമയാണ് എന്താണെങ്കിലും അതൊരു ഇത്ര ഭീകര തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരിക്കും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് തികച്ചും വ്യത്യസ്തമായ ഐറ്റാണ്. നമ്മൾ സാധാരണ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് ഏകദേശം സിനിമയെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല, അതൊക്കെ മാറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം. ഈ രാജ്ബി ഷെട്ടിയുടെ സിനിമകളില്ലേ ആ ഒരു വൈബ് ഇങ്ങനെ അടിച്ചു, അതിന്റെ ഒക്കെ ഒരു ടച്ച് വരുന്നുണ്ട് സിനിമയ്ക്ക്. പിന്നെ ഇതിന്റെ കളറിംഗ് ആണെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ എന്താണോ അത് കളറിങ്ങും കളറിങ്ങും പിന്നെ അതിന്റെ ആർട്ടും. അതായത് 86 നടക്കുന്ന കഥയാണ്. ശരിക്കും തങ്കമണി കേസ് അവിടെ ചർച്ച ആവുന്നുണ്ട്. ശരിക്കും തങ്കമണി ടീമൊക്കെ ഇത് കാണണം. അവര് ശരിക്കും കാണും. ഈ വിഗും വെച്ചു കൊടുത്തിട്ട് കുറെ ആൾക്കാരെ ഇറക്കിയിട്ട് ആ കാലഘട്ടം എന്ന് പറയുന്നതല്ല സിനിമ. ഇതിനകത്ത് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ആ ഒരു കളർ മാറ്റം വന്നതോ അങ്ങനത്തെ ഒരു സാധനം കാണില്ല. പിന്നെ ആർട്ടും കാര്യങ്ങളൊന്നും ഈ മുഴച്ചു നിൽക്കുന്നില്ല, ഒന്നുമില്ല. ആ സ്റ്റേഷനൊക്കെ ശരിക്കും സെറ്റിട്ടെന്ന് മനസ്സിലാവും, പക്ഷെ അത് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അതെ, അതിനകത്തൊക്കെ ഓരോന്ന് കാണിക്കുന്നതും അല്ലെങ്കിൽ അതിനുള്ളിലെ പഴക്കം കാണിക്കുന്നതൊക്കെ ഭയങ്കര സംഭവമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരാളാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള മണികണ്ഠൻ അയ്യപ്പ. ചില സമയങ്ങളില് അതായത് ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ ഇങ്ങനെ ചടുലമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു വൈബ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന BGM രക്ഷയില്ലാത്ത സാധനം കേട്ടോ. നമുക്ക് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇതായിരിക്കണം ശരിക്കും സിനിമ എന്ന് നമുക്ക് തോന്നിപ്പോയി സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. സ്ക്രിപ്റ്റ് വളരെ മികച്ചതാന്ന് പറയാൻ കാരണം ഇതിൽ പല സംഭവങ്ങളും എടുത്ത് കാണിച്ചിരിക്കുന്ന രീതി, ഇതിന്റെ സസ്പെൻസ്, പിന്നെ ചില എലമെന്റ്സുകൾ പിന്നീട് വെക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണ സിനിമയൊന്നല്ല, നല്ല സസ്പെൻസ് ത്രില്ലറാണത്. സത്യമായിട്ടും നമുക്ക് ഇപ്പൊ അതിനകത്തൊരു വില്ലൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വില്ലനാണ് എന്ന് നമുക്കൊക്കെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ തോന്നും. അതെ, പക്ഷേ എന്നിട്ടും തോന്നിപ്പിക്കും, എന്നിട്ടും കൺഫ്യൂഷൻ ആക്കും. ആളല്ല വേറെ ആരോ തന്നെയാണ് ഇതിന്റെയൊക്കെ അങ്ങനെ ഇട്ട് കളിപ്പിക്കുക. ആ ഒരു വേറെ ലെവലിലാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫർ തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. സൂപ്പർ. ചില സെർച്ചിങ്, എന്താ രാത്രിയിൽ ഒരു ഫസ്റ്റ് തുടക്കത്തിൽ ഒരു കൊലപാതകം, ആ സമയത്തുള്ള രാത്രി സീന്, പിന്നെ എന്താ ഈ ചേസിങ് ഉള്ള സമയത്ത് ഓടുന്നതും കാര്യങ്ങളും അങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ചില ഷോട്ടുകൾ, പല സംഭവങ്ങളിലും പല രീതിയാണ്. പിന്നെ എടുത്തു പറയേണ്ട സാധനമുണ്ട്, അതായത് ലുക്മാൻ തോക്ക് പിടിച്ചിട്ട് ഈ ബാരൽ ഇങ്ങനെ ക്യാമറയുടെ തൊട്ടടുത്തേക്കാണ് വരുന്നത്. ആ സമയത്ത് തിരിയുന്ന ഒരു ഷോട്ട് ഉണ്ട്, ഒരൊറ്റ സീനിലേ ഉള്ളൂ. ഒരൊറ്റ സീന് അത് എങ്ങനെ ചെയ്തെന്നാണ് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭയങ്കര സീനാണ് ആ സീന്. പിന്നെ അതുപോലെ ഇതിന്റെ എഡിറ്റർ ഭീകരമായിരിക്കുന്നുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ എവിടെ വെച്ച് നിർത്തണം എന്ന് വെച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്. അതാണ് ചില സംഭവങ്ങൾ നമ്മൾ പെട്ടെന്ന് നെട്ടി പോകുന്ന സാധനങ്ങളുണ്ട്. അതായത് ഡീറ്റെയിൽ ചെയ്ത് ഇത് ഇന്നതാണ് അവിടെ സംഭവിച്ചെന്ന് കാണിച്ചൊന്നും തരില്ല. അത് സാധനം അങ്ങ് പോകുന്നേ കാണുന്നുള്ളൂ. പിന്നെ സംഭവിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു സീനാ അതിനകത്ത്. ഇതൊക്കെ ഇത് ഇന്നയാൾക്ക് ഇങ്ങനെ തന്നെ വരണം എന്നുള്ളത് നമുക്ക് നേരത്തെ
കാണിച്ചു തരുന്നുണ്ട്. അയാളാണ് അതിന്റെ ആള്, അപ്പൊ അയാൾക്ക് അത് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇതിനു മുന്നേ. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് എഡിറ്റിങ്ങില് ആ ചടുലമായി കൃത്യമായുള്ള കട്ടിങ് കൊണ്ടാണ് അത് അത്ര ഇമ്പാക്ട് കിട്ടിയിട്ടുള്ളത്. സത്യം, ഗംഭീര എഡിറ്റർ. എന്താണെങ്കിലും അഞ്ചക്കള്ള കോക്കാൻ ഒരു ഗംഭീര സിനിമ തന്നെയാണ്. നിങ്ങൾ എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എന്തായാലും നമ്മൾ സിനിമയുടെ റേറ്റിംഗിലേക്ക് പോവാം. യെസ്, 8.5 ഔട്ട് ഓഫ് 10. തീർച്ചയായും.